റാന്നി താലൂക്കിൽ കയറരുത് എന്ന ജാമ്യ ഉപാധി നിലനിൽക്കുന്ന സാഹചര്യത്തിലും കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന സുരേന്ദ്രൻ തന്നെ ശബരിമല സമരങ്ങൾ നയിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പത്തനംതിട്ട, ചെങ്ങന്നൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും സുരേന്ദ്രൻ സമരങ്ങൾ നയിക്കുക. അതോടൊപ്പം ശബരിമലയ്ക്ക് അടുത്തുള്ള കോന്നി താലൂക്കിലെ സീതത്തോടും ചിറ്റാറും സമരങ്ങൾക്കുള്ള ഹബ്ബാക്കി മാറ്റും. സുരേന്ദ്രന് കണ്ണൂരിലെ കേസിൽ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇനി ശബരിമല കേസ് നിർണായകമാണ്. ഈ കേസിലും ജാമ്യം ലഭിച്ചാൽ സുരേന്ദ്രന് പുറത്തിറങ്ങാനാകും. തീർത്ഥാടകയെ ആക്രമിച്ച കേസിൽ ഇന്ന് സുരേന്ദ്രൻ പത്തനംതിട്ട CJM കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. ശബരിമല വിഷയത്തിൽ ഏറെ ശ്രദ്ധ നേടിയ നേതാവിനെ സ്വന്തം പാർട്ടിക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ സാഹചര്യത്തിൽ BJP നേതൃത്വം സടകുടഞ്ഞ് എഴുന്നേറ്റു, സമരം പ്രഖ്യാപിച്ചു. ശ്രീധരൻ പിള്ള ഇന്നലെ സുരേന്ദ്രന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. നിരോധനാജ്ഞയിൽ ഇളവ് വരുത്താൻ കോടതി ഉത്തരവുണ്ടായിട്ടും സന്നിധാനത്ത് നാമജപ പ്രതിഷേധത്തിനടക്കം വിലക്കേർപ്പെടുത്തിയ പോലീസ് നടപടിയിലൂടെ സർക്കാരിന്റെ നയം വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ സമരങ്ങളെ ശക്തമാക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. ഇതിനായി സുരേന്ദ്രനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.